സ്വാഗതം. ഞാൻ ഫിജി തോമസ്. ഇത് വൈഡ് ലെൻസ് ഇന്ത്യ. ഇന്ത്യയിൽ ഇന്നൊരു വലിയ മാറ്റം നടക്കുകയാണ്. നമ്മൾ ദിവസവും വാഹനങ്ങളിൽ നിറയ്ക്കുന്ന പെട്രോൾ ഇനി പഴയ പെട്രോൾ അല്ല. അതിലിപ്പോൾ 20% എത്തനോൾ കലരുന്നു. സർക്കാർ പറയുന്നു ഇതാണ് ഇന്ത്യയുടെ ഊർജ ഭാവി. കർഷകർ പറയുന്നു ഇതാണ് പുതിയ വരുമാന വിപ്ലവം. പരിസ്ഥിതി വിദഗ്ധർ പറയുന്നു ഇത് മലിനീകരണം കുറയ്ക്കും. പക്ഷെ വാഹന ഉടമകൾ ചോദിക്കുന്നു എന്റെ വാഹനത്തിന് എന്ത് സംഭവിക്കും? ഓട്ടോമൊബൈൽ വിദഗ്ധർ ചോദിക്കുന്നു E20 മതിയോ? ഇന്ത്യ ശരിക്കും E100 വരെ പോകുമോ? ഇന്ന് നമുക്കറിയേണ്ടത് അഭ്യൂഹങ്ങളല്ല, യാഥാർത്ഥ്യമാണ്. ഇന്ത്യ എന്തുകൊണ്ട് എഥനോളിലേക്ക് മാറുന്നു? എഥനോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ആർക്കാണ് ഗുണം, ആർക്കാണ് നഷ്ടം? നിങ്ങളുടെ വാഹനത്തിന് സുരക്ഷിതമാണോ ഇത്? അവസാനം, ഇത് ശരിക്കും ഇന്ത്യയുടെ ഊർജ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണോ? ആദ്യം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 85% ഇറക്കുമതിയാണ്. അതായത് ഗൾഫ് മേഖലയിലോ ലോകത്തിന്റെ ഏത് ഭാഗത്തോ യുദ്ധമുണ്ടായാലും എണ്ണവില ഉയർന്നാൽ ഇന്ത്യയിലെ പെട്രോൾ വിലയെ അത് ബാധിക്കും. രൂപയുടെ മൂല്യത്തെ ബാധിക്കും. പണപ്പെരുപ്പം ഉയരും. സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലാകും. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണയമാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നത്. അപ്പോൾ സർക്കാർ ചോദിച്ചു, ഈ ആശ്രിതത്വം കുറയ്ക്കാൻ കഴിയില്ലേ? അതിനുള്ള ഉത്തരമാണ് എഥനോൾ. എഥനോൾ എന്താണ്? എഥനോൾ ഒരു ജൈവ ഇന്ധനമാണ്. കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ, പൊട്ടരി, കാർഷിക അവശിഷ്ടങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് ഇത് നിർമ്മിക്കാം. അതിനാൽ ഇത് ഭൂമിയിൽ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാനാവുന്ന റിന്യൂവബിൾ ഫ്യൂവൽ ആണ്. അതായത് ഭൂമിക്കടിയിൽ കോടിക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെടുന്ന ക്രൂഡ് ഓയിൽ പോലെയല്ല. ഓരോ വിളവെടുപ്പിനോടും കൂടി വീണ്ടും ഉൽപ്പാദിപ്പിക്കാനാവുന്ന ഇന്ധനമാണ് എഥനോൾ. എഥനോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? കർഷകരിൽ നിന്ന് കരിമ്പോ, ചോളമോ മറ്റ് അസംസ്കൃത വസ്തുക്കളോ ശേഖരിക്കും. അവയിലെ പഞ്ചസാരയും അന്നജവും സൂക്ഷ്മജീവികളുടെ സഹായത്തോടെ ഫെർമെന്റേഷൻ എന്ന പ്രക്രിയയിലൂടെ ആൽക്കഹോൾ ആക്കി മാറ്റും. തുടർന്ന് ഡിസ്റ്റിലേഷൻ വഴി ശുദ്ധീകരിച്ച് ഉയർന്ന നിലവാരമുള്ള ഫ്യൂവൽ ഗ്രേഡ് എഥനോൾ നിർമ്മിക്കും. അതാണ് പിന്നീട് പെട്രോളിൽ നിശ്ചിത അളവിൽ കലർത്തുന്നത്. E20 എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ 20% എഥനോൾ പ്ലസ് 80% പെട്രോൾ ഈസ് ഈക്വൽ ടു E20. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് സ്റ്റാൻഡേർഡ് ഇന്ധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2026 ഏപ്രിൽ മുതൽ നിർമ്മിക്കുന്ന പുതിയ BS6 പെട്രോൾ വാഹനങ്ങൾ E20 ഉപയോഗിക്കാൻ അനുയോജ്യമായിരിക്കണം എന്നാണ് സർക്കാർ നിർദ്ദേശം. ഇത് ഒരു ചെറിയ സാങ്കേതിക മാറ്റമല്ല, ഇന്ത്യയുടെ ഇന്ധന നയത്തിലെ ചരിത്രപരമായ മാറ്റമാണ്. എന്തുകൊണ്ട് ഇന്ത്യ ഇത്ര വേഗത്തിൽ എഥനോളിലേക്ക് മാറുന്നു? കാരണം ഒന്നു മാത്രമല്ല. ഒന്നാമത് ഊർജ സുരക്ഷ. വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. രണ്ടാമത് വിദേശ നാണയ ലാഭം. ഓരോ ലിറ്റർ എഥനോളും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ ആവശ്യകത കുറയ്ക്കുന്നു. മൂന്നാമത് കർഷകരുടെ വരുമാനം. ഇന്ധനത്തിനുള്ള അസംസ്കൃത വസ്തു ഇനി ഇന്ത്യയിലെ കർഷകരിൽ നിന്നാകും. നാലാമത് പരിസ്ഥിതി. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ഇത് സഹായിക്കും. കർഷകർക്ക് ഇതിലൂടെ എന്ത് നേട്ടം? ഇതാണ് ഈ നയത്തിന്റെ ഏറ്റവും വലിയ ശക്തി. മുമ്പ് കർഷകർ ഭക്ഷ്യവിളകൾ മാത്രം വിറ്റിരുന്നു. ഇനി അവരുടെ വിളകൾ ഇന്ധനമായി മാറും. കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ, പൊട്ടരി ഇവയെല്ലാം എഥനോൾ നിർമ്മാണത്തിന്റെ ഭാഗമാകും. ഇതോടെ കർഷകർക്ക് പുതിയ വിപണി ലഭിക്കും. ഗ്രാമങ്ങളിൽ പുതിയ ഡിസ്റ്റിലറികൾ വരും. സംഭരണ കേന്ദ്രങ്ങൾ വരും. തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ചലനം ലഭിക്കും. ഇന്ത്യ എത്ര വിദേശ നാണയം ലാഭിക്കും? ഇതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഓരോ വർഷവും ഇന്ത്യ എണ്ണ ഇറക്കുമതിക്കായി വൻതുകയാണ് ചെലവഴിക്കുന്നത്. എഥനോൾ ഉപയോഗം വർദ്ധിക്കുന്നതോടെ ഈ ഇറക്കുമതി ബിൽ കുറയ്ക്കാൻ കഴിയും. ഇത് ഒരൊറ്റ വർഷത്തെ നേട്ടമല്ല, പതിറ്റാണ്ടുകൾ നീളുന്ന സാമ്പത്തിക ലാഭമാണ്. ലോകത്ത് എണ്ണവില ഉയരുമ്പോഴും ഇന്ത്യയുടെ ആഘാതം കുറയ്ക്കാനുള്ള ഒരു സുരക്ഷാ കവചം കൂടിയാണ് ഇത്. ഇനി നിങ്ങളുടെ വാഹനം സുരക്ഷിതമാണോ? ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണിത്. പുതിയ E20 കോമ്പാക്റ്റബിൾ വാഹനങ്ങൾക്ക് വലിയ പ്രശ്നമില്ലെന്നാണ് വാഹന നിർമ്മാതാക്കളും സർക്കാരും പറയുന്നത്. എന്നാൽ പഴയ വാഹനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകളുണ്ട്. കാരണം എഥനോളിന്റെ രാസ സ്വഭാവം പെട്രോളിൽ നിന്ന് വ്യത്യസ്തമാണ്. ചില പഴയ റബ്ബർ പൈപ്പുകൾക്കും സീലുകൾക്കും ദീർഘകാല ഉപയോഗത്തിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകാം.
ചില വാഹനങ്ങളിൽ മൈലേജിൽ ചെറിയ കുറവ് അനുഭവപ്പെടാം. അതുകൊണ്ട് പഴയ വാഹന ഉടമകൾ വാഹന നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നല്ലതാണ്. എന്തായിരിക്കും എഥനോളിന്റെ ഗുണങ്ങൾ? ശുദ്ധമായ ജ്വലനം, കുറഞ്ഞ മലിനീകരണം, ഉയർന്ന ഒക്ടെയിൻ വാല്യൂ, ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിലുള്ള ആശ്രിതത്വം കുറയുന്നു, കർഷകർക്ക് പുതിയ വരുമാനം, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച, വിദേശ നാണയ ലാഭം, ഇവയെല്ലാം വലിയ നേട്ടങ്ങളാണ്. അപ്പോൾ ചോദ്യം, പക്ഷെ വെല്ലുവിളികളില്ലേ? തീർച്ചയായും ഉണ്ട്. എഥനോളിന്റെ എനർജി ഡെൻസിറ്റി പെട്രോളിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ മൈലേജ് കുറയാം. വൻതോതിൽ കരിമ്പ് കൃഷി ചെയ്താൽ ജല ഉപയോഗം വർദ്ധിക്കുമെന്ന ആശങ്കയുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ ഇന്ധനത്തിനായി ഉപയോഗിക്കുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാജ്യവ്യാപകമായ സംഭരണവും വിതരണ സംവിധാനവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനാൽ ഇത് വെല്ലുവിളികളില്ലാത്ത പദ്ധതിയല്ല. ഇനി വാഹന കമ്പനികൾക്ക് മുന്നിലുള്ള സാങ്കേതിക വിപ്ലവം. ഇത് വാഹന നിർമ്മാതാക്കൾക്കും വലിയ പരീക്ഷണമാണ്. എഞ്ചിൻ ഡിസൈൻ മാറണം, ഫ്യൂവൽ സിസ്റ്റം മാറണം, ECU സോഫ്റ്റ്വെയർ മാറണം, ഇഞ്ചക്ഷൻ സിസ്റ്റം മാറണം, ഫ്ലെക്സ് ഫ്യൂവൽ ടെക്നോളജി വികസിപ്പിക്കണം. ഇത് കഴിഞ്ഞ പല ദശകങ്ങളിലെയും ഏറ്റവും വലിയ സാങ്കേതിക മാറ്റങ്ങളിൽ ഒന്നാണ്. E20 നിന്ന് E100 യാത്ര. ഇന്ത്യയുടെ ലക്ഷ്യം E20 അവസാനിക്കുന്നില്ല. ഭാവിയിൽ ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾസ് വ്യാപകമാകും. E85 E100 സാധ്യതയുണ്ട്. എന്നാൽ E100 നാളെ വരില്ല. അതിന് പ്രത്യേക വാഹനങ്ങൾ വേണം, പ്രത്യേക പമ്പുകൾ വേണം, കൂടുതൽ എഥനോൾ ഉൽപാദനം വേണം, വില മത്സരക്ഷമമാകണം. അതിനുശേഷം മാത്രമേ അത് സാധ്യമാകൂ. എന്നാൽ ഭാവി ആരുടേതാണ്? എഥനോളോ, ഇലക്ട്രിക് വാഹനങ്ങളോ, ഹൈഡ്രജനോ, CNG യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇന്ത്യ ഒരൊറ്റ ഇന്ധനത്തിൽ വിശ്വസിക്കുന്നില്ല, മറിച്ച് മൾട്ടി ഫ്യൂവൽ ഫ്യൂച്ചർ. നഗരങ്ങളിൽ ഇലക്ട്രിക്, വാണിജ്യ മേഖലയിൽ CNG, ദീർഘദൂര ഗതാഗതത്തിൽ ഹൈഡ്രജൻ, പെട്രോൾ വാഹനങ്ങളിൽ എഥനോൾ, ഇവയെല്ലാം ചേർന്നുള്ള ഒരു ഊർജ വ്യവസ്ഥയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ എഥനോൾ ഒരു സാധാരണ ഇന്ധനമല്ല. ഇതൊരു സാമ്പത്തിക നയമാണ്, ഒരു കാർഷിക നയമാണ്, ഒരു പരിസ്ഥിതി നയമാണ്, ഒരു വ്യവസായ നയമാണ്, ഒരു ദേശീയ സുരക്ഷാ നയമാണ്. 1 ലിറ്റർ എഥനോൾ പെട്രോളിൽ കലരുന്നത് ഒരു ഇന്ധനം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ദീർഘകാല കാഴ്ചപ്പാടാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്ന കാഴ്ചപ്പാട്, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാഴ്ചപ്പാട്, വിദേശ നാണയം സംരക്ഷിക്കുന്ന കാഴ്ചപ്പാട്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാഴ്ചപ്പാട്, ഊർജ സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇതൊരു ഇന്ധന മാറ്റമല്ല, ഇത് ഇന്ത്യയുടെ ഊർജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രഖ്യാപനമാണ്. രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന സാങ്കേതിക വിപ്ലവങ്ങളെ കുറിച്ചറിയാൻ വൈഡ് ലെൻസ് ഇന്ത്യ.